നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വീട്ടില് നിലവിളക്ക് തെളിയിക്കുന്നവരാണ്. വീട്ടില് വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടി മാത്രമല്ല, ശരിയായ രീതിയിൽ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ദിശയിൽ പതിവായിട്ട് വിളക്ക് തെളിയിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ലാഭവും നേട്ടവും കൈവരിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചില സ്ഥാനങ്ങളിൽ പതിവായിട്ട് വിളക്ക് തെളിയിക്കുന്നത് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കും, അതുപോലെ പിതൃക്കളെയും പ്രസാദിപ്പിക്കും. ഇത് സമ്പത്ത് വരാനും ഐശ്വര്യം കൈവരിക്കാനും സഹായിക്കും. കഷ്ടകാലം അകറ്റാനും വീട്ടിലെ കുട്ടികൾ പഠിച്ച് ഉയർന്ന നിലയിൽ ജോലിയിൽ പ്രവേശിക്കാനും ഇത് സഹായിക്കും. ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് നേടണമെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ഥാനങ്ങൾ, എങ്ങനെയാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ തെക്കോട്ട് ദർശനമായിട്ട് ഒരു വിളക്ക് സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. വാസ്തുപ്രകാരം തെക്ക് പൂർവികർ വസിക്കുന്ന ദിശയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൂർവികരെ ബഹുമാനിക്കുന്നതിനും പിതൃദോഷം ശമിപ്പിക്കുന്നതിനും ദിവസവും തെക്ക് 4 മുഖമുള്ള വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ്. കടുകെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത്. കടുകെണ്ണ ഇല്ലാത്ത പക്ഷം നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. തെക്ക് മൃത്യുദേവനായ യമരാജനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ദിശയിൽ കടുകെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിച്ചാൽ കൂടുതൽ ദോഷങ്ങൾ അകലാനും സമാധാനവും പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കാനും സഹായിക്കും. കൂടാതെ ഈ ദിശയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അത് പൂർവികരുടെ ആത്മശാന്തിക്കും ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ആൽമരത്തിന്റെ ചുവട്ടില് വിളക്ക് തെളിയിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണത്തെക്കുറിച്ച് നോക്കാം. ക്ഷേത്രങ്ങളിലെ ആൽമരത്തിന്റെ ചുവട്ടില് ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ആൽമരത്തില് ത്രിമൂർത്തികൾ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ അനുഗ്രഹത്തിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനുമായിട്ട് ആൽമരത്തിന്റെ ചുവട്ടില് ഒരു വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. കടുകെണ്ണയിൽ മുക്കിയെടുത്ത എള്ളുതിരി കത്തിക്കുന്നതാണ് ഉചിതം. പതിവായി ഇത്തരത്തില് ദീപം തെളിയിക്കുന്നത് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുകയും ദേവിയുടെ അനുഗ്രഹത്താൽ ധനം സമ്പാദിക്കാനുള്ള യോഗവും നിങ്ങൾക്കുണ്ടാകും എന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീടിന്റെ മുൻവശത്ത് വിളക്ക് തെളിയിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും രാവിലെയും അതുപോലെ തന്നെ സന്ധ്യാസമയത്തും വീടിന്റെ മുൻവശത്ത് വിളക്ക് തെളിയിക്കാറുണ്ട്. വീടിന്റെ പ്രധാന കവാടത്തിൽ വിളക്ക് കത്തിക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് വൈകുന്നേരം ഇവിടെ വിളക്ക് തെളിയിക്കുന്നത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ സഹായിക്കും. ഒപ്പം പൂർവികരുടെ പ്രീതി ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും പുറമെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലക്ഷ്മി ദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാന കവാടം വഴിയാണ്. അതുകൊണ്ട് തന്നെ എന്നും വൈകിട്ട് വീട് വൃത്തിയാക്കിയ ശേഷം ദീപം തെളിയിക്കുന്നത് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനും അതുവഴി നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിക്കാനും കാരണമാകും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പൂർവികരുടെ ഫോട്ടോ, വീട്ടിൽ മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് വിളക്ക് തെളിയിക്കുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വീട്ടിൽ മരിച്ചുപോയ നിങ്ങളുടെ പൂർവികരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പതിവായിട്ട് അതിന് താഴെ വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. ഈ സമ്പ്രദായം നിങ്ങളുടെ പൂർവികരുടെ തുടർച്ചയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്നു എന്നതാണ്. ഇതുമൂലം നിങ്ങളുടെ വീട്ടിലേക്ക് ധാരാളം ഭക്ഷണവും സമ്പത്തും കൊണ്ടുവരും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് പിതൃദോഷം എന്ന് പറയുന്നത്. നമ്മുടെ പിതൃക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മുഷിച്ചലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. പലതരത്തിലുള്ള ദോഷങ്ങളും പലതരത്തിലുള്ള ദുഃഖദുരിതങ്ങളും നമ്മളെ അലട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് വിളക്ക് തെളിയിച്ച് വയ്ക്കുന്നത് പൂർവികരുടെ ഒരു സന്തോഷം നിലനിർത്താനും അതുവഴി നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകാനും നമ്മുടെ കാര്യതടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കും. എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോസ് വീട്ടിൽ വയ്ക്കുന്നതിനോട് പലർക്കും താല്പര്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഫോട്ടോ കാണുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഫീലാണ് സമ്മാനിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോസ് വീട്ടിൽ വയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്.
എന്നിരുന്നാലും പണ്ട് കാലത്ത് ആൾക്കാർ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതിയാണ് മരിച്ച ആളുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കുകയും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വിളക്ക് തെളിയിച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള, ആന്തരികമായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കണം. അതല്ലാതെ ആ ഫോട്ടോയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന സമയത്തും നമുക്ക് വിഷമമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ആ മരിച്ചുപോയ ആളിനെ ഓർത്തുള്ള ദുഃഖമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മളത് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയുടെ കാര്യമാണ്. നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ പശുനെയ്യ് കൊണ്ട് വിളക്ക് തെളിയിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളതാണ്. നെയ്യ് ഉപയോഗിച്ച് തന്നെ ഒരു ചിരാതിലെങ്കിലും വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നെയ്ദീപം തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നിത്യവും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ നിലവിളക്കിൽ എണ്ണയ്ക്ക് പകരം നെയ്യൊഴിച്ച് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഐശ്വര്യപ്രദമാണ്. എന്നാൽ എല്ലാവർക്കും നെയ്യൊഴിച്ച് നിലവിളക്ക് തെളിയിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങൾ വരുന്ന സമയത്ത്, ഏകാദശി, അതുപോലെ തന്നെ മറ്റ് അങ്ങനെയുള്ള പല ദിവസങ്ങളും, ഷഷ്ടി, അതുപോലെയുള്ള ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് തെളിയിക്കുക. ഇതിനു പുറമെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് മുന്നിലായിട്ട് ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടബാധ്യതകൾ, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒക്കെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു 21 വെള്ളിയാഴ്ച ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ ചെയ്ത് അവർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ കുബേര വിളക്ക് തെളിയിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണോ, പ്രശ്നങ്ങൾ എന്താണോ, അതിനനുസരിച്ചുള്ള പരിഹാരം എന്നോണം വേണം നിങ്ങൾ ഇങ്ങനെ നെയ്വിളക്ക് തെളിയിക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും കാര്യതടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മനസ്സിലാവും അല്ലെ, നമ്മൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ, ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു കാര്യതടസ്സം നേരിടുന്ന അവസ്ഥയാണോ. അങ്ങനെ കാര്യതടസ്സമാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നമെങ്കിൽ നിങ്ങൾ വിഘ്നേശ്വരന്റെ മുന്നിലാണ് വിഘ്നങ്ങൾ ഇല്ലാതാവാനായിട്ട് നെയ്ദീപം തെളിയിക്കേണ്ടത്. വിഘ്നേശ്വരന്റെ, ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ മുന്നിലായിട്ട് വേണം നിങ്ങൾ നെയ്ദീപം തെളിയിക്കാനായിട്ട്. ഒരു മൺചിരാത് എടുക്കുക, അതിലേക്ക് നെയ്യൊഴിക്കുക, ഒരു തിരിയിട്ട് തെളിയിക്കുക. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. ഇനി പല ആളുകളും മുന്നേ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെയാണോ സന്ധ്യാസമയത്താണോ നെയ്ദീപം തെളിയിക്കേണ്ടത് എന്നുള്ളത്. രാവിലെ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് സാധിക്കാത്ത ആളുകൾ, എല്ലാവരും രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിക്കാറുണ്ടാവില്ല. അപ്പോൾ സന്ധ്യാസമയത്താണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെയ്ദീപം കൂടെ തെളിയിക്കാവുന്നതാണ്. നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വെറുതെ തെളിയിക്കുന്ന ഒരു കാര്യമല്ല. അതുവഴി നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ലാഭവും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യണം, കൃത്യമായിട്ടുള്ള ദിശയിൽ ചെയ്യണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സമയത്തും ചെയ്യണം. നമുക്കിഷ്ടമുള്ള സമയത്തല്ല നമ്മൾ വിളക്ക് തെളിയിക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.